ഗന്ധർവ സംഗീതത്തിന്റെ 8ാം വർഷത്തിലെ മത്സരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോക സംഗീതത്തിന് കേരളം നൽകിയ സംഭാവനയായ ഡോക്ടർ KJ യേശുദാസിനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കൈരളി ചാനൽ മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ്, സ്വരലയ കേരള ചാപ്റ്റർ ചെയർമാൻ G. രാജ്മോഹൻ, സ്വരലയ ജനറൽ സെക്രട്ടറി EM നജീബ്, സംഗീത സംവിധായകൻ ജോൺസൺ, ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിന് മധുരം പകരുന്ന ഗായിക സുജാത, അനുഗ്രഹീതനായ ഗായകൻ ശ്രീനിവാസൻ, ഗന്ധർവ സംഗീതത്തിന്റെ മുഖ്യ സ്പോൺസറായ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പ്രസിഡന്റും CEO-യുമായ സുനിൽ കൃഷ്ണ, ഗാനരചയിതാവ് പൂവച്ചൽ ഖാദർ, കാവാലം ശ്രീകുമാർ, പ്രശസ്ത നർത്തകി ഡോക്ടർ നീന പ്രസാദ് എന്നിവരെ വേദിയിലേക്ക് വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ഇത്രയും വർഷങ്ങൾ ഈ സംഗീതത്തിനു വേണ്ടി പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട്, സംഗീതത്തിൽ അഭിരുചിയുള്ള യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ 8 വർഷങ്ങൾ നടത്തിക്കൊണ്ടു പോകാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും തന്ന ജഗദീശ്വരന് സ്മരിച്ചുകൊണ്ടും പ്രത്യേകിച്ച് ഗുരുക്കന്മാരെ, മുഖ്യ ഗുരുവായ ചെമ്പെ വൈദ്യനാഥ ഭാഗവതരെ ഞാൻ സ്മരിക്കുകയാണ്. കാരണം ഞങ്ങളെപ്പോലുള്ളവർ പാടാൻ ആഗ്രഹിച്ചപ്പോൾ അടുത്തിരുത്തി ഒന്നിച്ച് ഒരേ നിലയിൽ പാടണം. ഞാൻ അല്പം പുറകോട്ടിരുന്നപ്പോഴോ ഇന്ന് നമ്മൾ രണ്ടുപേരും കൂടി ആകാം ശരി ചെയ്യണത് എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച ആ ഗുരുവിനെ സ്മരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇന്നിവിടെ പഠിക്കാനും പാടാനും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും അവരുടെ കഴിവുകളൊക്കെ കുറവായിരിക്കാം. പക്ഷേ കഴിവില്ലാത്ത കുട്ടികളെപ്പോലും, ശ്രുതി ചേരാത്ത കുട്ടികളെപ്പോലും അത് നന്നായി പാടിയിട്ടുണ്ട് കേട്ടോ, ഇനിയും പരിശ്രമിക്കണം എന്ന് പ്രോത്സാഹിപ്പിക്കുകയല്ലാതെ മറ്റൊരു തരത്തിൽ ഹൃദയവേദന ഉണ്ടാക്കുന്നൊരു വാക്കുകൾ ഞങ്ങളുടെ ഗുരുക്കന്മാർ പറഞ്ഞിട്ടില്ല. അത് സ്മരിച്ചുകൊണ്ട് അവരുടെ അനുഗ്രഹങ്ങളെല്ലാം ഇതിൽ പങ്കുചേരുന്ന എല്ലാ കുട്ടികൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. മഹാഗണപതിം മനസാ സ്മരാമി, മഹാഗണപതിം മനസാ സ്മരാമി, വസിഷ്ഠവാമദേവാദിവന്ദിതമക. മലയാണ്മയുടെ ആസ്വാദന സംസ്കൃതിയോട് തൊട്ടുനിൽക്കുന്ന ഗന്ധർവ സംഗീതം ജൂനിയർ മത്സരത്തിന് ഇവിടെ തിരിതെളിയുകയാണ്. വിസ്മയിക്കുന്ന സമ്മാനങ്ങളാണ് ഞങ്ങൾ ഇവർക്കായി കാത്തുവച്ചിരിക്കുന്നത്. ജൂനിയർ രംഗത്തെ മികച്ച ഗായകന് കോൺഫിഡന്റ് ഗ്രൂപ്പ് നൽകുന്ന മാരുതി സ്വിഫ്റ്റ് കാറാണ് സമ്മാനം. രണ്ടാമത്തെ മികച്ച ഗായകന് ഓൾട്ടോ കാറും സമ്മാനമായി ലഭിക്കുന്നു. നമുക്കിനി വിധികർത്താക്കളെ പരിചയപ്പെടാം. കേരളത്തിലെ പ്രശസ്ത സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്റർ, പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീനിവാസൻ, പ്രശസ്ത പിന്നണി ഗായിക സുജാത എന്നിവരെ ബഹുമാനപൂർവ്വം ഗന്ധർവ സംഗീതത്തിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ കുരുന്നുകൾക്ക് പിന്നണിയിൽ കീബോർഡ് വായിച്ച് സഹായിക്കുന്നത് കണ്ണനാണ്. നമ്മൾ ഇന്ന് കാണുന്ന പല ചലച്ചിത്രങ്ങളിലും കീബോർഡ് വായിച്ചിരിക്കുന്നത് കണ്ണനാണ് എന്നത് പലർക്കും പുതിയൊരു അറിവായിരിക്കും. കണ്ണനെയും ഞങ്ങൾ സസ്നേഹം ഗന്ധർവ സംഗീതത്തിലേക്ക് ക്ഷണിക്കുന്നു. 8ാം വർഷത്തിലെ ആദ്യത്തെ പാർട്ടിസിപ്പന്റ് ഗന്ധർവ സംഗീതത്തിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് സൂര്യജിത്ത്. ഹായ്, എൻ്റെ പേര് സൂര്യജിത്ത്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ്. ഞാൻ ക്രൈസ്തവ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എൻ്റെ അച്ഛൻ്റെ പേര് സുഭാഷ്, എൻ്റെ അമ്മയുടെ പേര് സിന്ധു. എൻ്റെ ഗുരു ശ്രീ പാർവതീപുരൻ പത്മനാഭയ്യറാണ്.
ഹായ്. ഏത് പാട്ടാ പാടാൻ പോന്നേ? സാമ്യമകന്നൊരു ഉദ്യാനമേ. എന്താ ആ പാട്ട് സെലക്ട് ചെയ്തേ? അത് സെമി ക്ലാസിക്. സെമി ക്ലാസിക്കൽ ആണോ ഇഷ്ടം? ആ. വേറെ ആരെങ്കിലും സെലക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തോ? ആ, ചെയ്തു. ആരാ? അമ്മ. ഓക്കെ, ക്യാരി ഓൺ. ഓൾ ദി ബെസ്റ്റ്. ധ്യാനമേ കൽപകോദ്യാനമേ നിന്റെ കഥകളി മുദ്രയാം കമലദളത്തിലൻ ദേവിയുണ്ടോ ദേവി സാമ്യമകന്നോരുദ്യാനമേ കൽപകോദ്യാനമേ നിന്റെ കഥകളി മുദ്രയാം കമലദളത്തിലൻ ദേവിയുണ്ടോ ദേവി സാമ്യമകന്നോരുദ്യാനമേ. തറയുടെ മഞ്ഞിൽ മുങ്ങും കുഞ്ചകുടീരങ്ങളിൽ മഞ്ജു തറയുടെ മഞ്ഞിൽ മുങ്ങും കുഞ്ചകുടീരങ്ങളിൽ ലാവണ്യവതികൾ ലാളിച്ചു വളർത്തും ദേവഹംസങ്ങളെ ലാവണ്യവതികൾ ലാളിച്ചു വളർത്തും ദേവഹംസങ്ങളെ നിങ്ങൾ ദൂത് പോയൊരു മനോരഥത്തിലും ദേവിയുണ്ടോ ദേവി സാമ്യമകന്നോരുദ്യാനമേ. മണികൾ നൃത്തം വയ്ക്കും വൃശ്ചികരാവുകളിൽ കച്ചമണികൾ നൃത്തം വയ്ക്കും വൃശ്ചികരാവുകളിൽ രാഗേന്ദുമുഖികൾ നാണത്തിലൊളിക്കും രോമഹർഷങ്ങളെ രാഗേന്ദുമുഖികൾ നാണത്തിലൊളിക്കും രോമഹർഷങ്ങളെ നിങ്ങൾ പൂവിടർത്തിയ മനോരഥത്തിലൻ ദേവിയുണ്ടോ ദേവി സാമ്യമകന്നോരുദ്യാനമേ കൽപകോദ്യാനമേ നിന്റെ കഥകളി മുദ്രയാം കമലദളത്തിലും ദേവിയുണ്ടോ ദേവി സാമ്യമകന്നോരുദ്യാനമേ. ഓവറോൾ നന്നായിരുന്നു. ആ സ്റ്റാൻസിൽ ഒറിജിനൽ വിട്ടുന്നൊരു കുട്ടി മോനൊരു ഇംപ്രവൈസേഷൻ പാടിയില്ല, ആ പോർഷൻ ഒന്ന് പാടുന്നുണ്ട്. ഇല്ല, പാടുന്നു പാടിയിട്ടുണ്ട്. തെറ്റ് കണ്ടുപിടിക്കാനല്ല, ഒന്നുകൂടെ കേൾക്കാൻ. നിങ്ങൾ പോയൊരു മനോരഥത്തിലൻ ദേവിയുണ്ടോ ദേവി
താങ്ക് യു സർ. മോൻ എത്ര വയസ്സായി? 14. 14 വയസ്സിന് വളരെ മെച്ചൂർഡായിട്ടൊരു ശബ്ദമാണ്. താങ്ക് യു സർ. ഞാൻ വളരെ ഭാഗ്യമുള്ള ഒരാളാണ്. ദാസേട്ടന് മുമ്പ് ഇരിക്കുമ്പോൾ ദാസേട്ടൻ പാടിയ പാട്ട് തന്നെ പാടാൻ പറ്റുക. എനിക്ക് ഐ റിയലി എൻജോയ്ഡ് യുവർ സിംഗിങ് ബിക്കോസ് ഇറ്റ്സ് സച്ച് എ ഡിഫിക്കൽട്ട് തിങ്. ആദ്യം വന്ന് അവിടെ നിന്ന് വന്ന് ഇവിടെ ദാസേട്ടനൊക്കെ ഇരിക്കുമ്പോൾ ടു ഇനോഗ്രേറ്റ് ദിസ് ഷോ ഓൾമോസ്റ്റ് ഇറ്റ്സ് ഇമ്പോസിബിൾ. ഞാൻ എന്നെ കൊണ്ട് അവിടെ പാടാൻ പറഞ്ഞപ്പോൾ ഐ കനോട്ട് സിംഗ് നൗ ബിക്കോസ് ഐ ബി സോ നെർവസ്. ഇനിഷ്യലി കുറച്ച് നെർവസ് ആയിരുന്നു, അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. അതിനുശേഷം യു റിയലി came into the groove and I really enjoyed your singing. But you are quite old, man. He is so young. Yeah, he just doesn't bother. That's the spirit. Fantastic. താങ്ക് യു സർ. ഇനി ആധികാരികമായിട്ടുള്ള റിസൾട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ജോൺസൺ സാറിൻ്റെ ലീഡർഷിപ്പിൽ വി ഹാവ് ഡിസൈഡഡ് ടു ഗിവ് സൂര്യജിത്ത്. ഇപ്പം മാർക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, എന്നാലും വി ആർ ഓൺലി അനൗൺസിങ് ദ ഗ്രേഡ്സ് നൗ. He is an A+. That is the highest. താങ്ക് യു സർ. ജഡ്ജസ് ഗ്രേഡ് പറഞ്ഞു. സന്തോഷമായോ? സന്തോഷമായി. ഇനി അത് കീപ്പ് ചെയ്യാനും പാട്ടുകൾ ഇനി നന്നായി പാടാനും നോക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കോൺഫിഡന്റ് ഗന്ധർവ സംഗീതം